ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യാനുള്ള കുറച്ച് ഉപകരണങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഓരോന്നും ഇങ്ങനെ കയറി നോക്കാനായിട്ട് തോന്നും. ഹായ് ഓൾ, മൂൺലൈറ്റ് ഫിലിംസിൻ്റെ മറ്റൊരു പുതുമയുള്ള എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കുമ്പളങ്ങി ഭാഗത്താണ്. നമ്മുടെ ഇന്നത്തെ കാഴ്ചകളെല്ലാം പോകുന്നത് തന്നെ കുമ്പളങ്ങിയും അതിൻ്റെ വിശേഷങ്ങളും തന്നെയാണ്. നമുക്ക് സമയം കളയാതെ തന്നെ ഇന്നത്തെ ഈ ഒരു കാണാ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. സ്വാഗതം ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ മൂൺലൈറ്റ് ഫിലിംസിലേക്ക്. ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് smartwebin.com കൊച്ചി. പോകാം വീഡിയോയിലേക്ക്. നമ്മൾ ഈ കാണുന്ന 3 വള്ളങ്ങൾ കെട്ടിയിട്ടേക്കാണ്. ഇത് മത്സ്യബന്ധനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഒരു കണക്കൂട്ടൽ. പോളയൊക്കെ കാണുന്നുണ്ട്, കണ്ടോ? ഇതാ അങ്ങ് മാറി വേറൊരു വള്ളം കാണുന്നുണ്ട്. ഇതാ അതിൻ്റെ തൊട്ട് പിന്നാമ്പുറത്ത് തന്നെ നമുക്ക് ചീനവല കാണുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ചേട്ടൻ അവിടെ നിന്നുണ്ട് മീൻ പിടിക്കുന്നുണ്ട് വള്ളത്തിൽ വന്ന്, കണ്ടോ? ഇവിടെ ഈ ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ചീനവല തന്നെയാണ്. ഈ ഒരു ഭാഗം നമ്മൾ ഈ കല്യാഞ്ചേരി ഭാഗം വരുമ്പോൾ ഒരു ഭൂരിഭാഗം ആളുകളുടെയും ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഈ ഒരു മത്സ്യബന്ധനം തന്നെയാണ്. നമ്മളെ കുമ്പളങ്ങി നൈറ്റ്സോടെ നമ്മൾ കണ്ടതാണ് ഇതിൻ്റെ പല ഭാഗങ്ങളും. നമ്മൾ ഈ കാണുന്നത് ഒരു റിസോർട്ടിൻ്റെ ബോർഡാണ്. ഇവിടെ കല്യാഞ്ചേരിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെയുള്ള റിസോർട്ട്സും ഹോം സ്റ്റേസും തന്നെയാണ്. എടുത്തു പറയത്തക്ക വേറൊരു പ്രത്യേകത, നമുക്കിവിടെ ബോട്ടിംഗ് ഫെസിലിറ്റി അവൈലബിൾ. നമ്മൾ നോക്കുമ്പോൾ ഒരു സ്പീഡ് ബോട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ബോർഡിന് അപ്പുറത്തായിട്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. എന്നാലും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു റിസോർട്ട്സ്, അതുപോലെ തന്നെ ഹോം സ്റ്റേസ്, ബോട്ടിങ്, അതുപോലെ ഈ മനോഹരമായ ഈ ഒരു കായൽ കാഴ്ചകൾ, ചീനവലകൾ, ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ഭാഗത്തെ എടുത്തു പറയേണ്ടത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഉള്ളത്. നമ്മൾ നോക്കുമ്പം ഏകദേശം ഒരു വട്ടമേശയുടെ ഒരു ഫീലാണ് നമുക്കിവിടെ കാണുന്നത്. പ്രത്യേകിച്ചും ഞാനിവിടെ മുമ്പ് വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ ചെറിയ ഒരു ഒത്തുകൂടൽ അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദറൊക്കെ നമുക്ക് സാധ്യമാകുന്ന ഒരിടം തന്നെയാണ്. യാതൊരു എക്സ്ട്രാ ചിലവുകളും ഇല്ലാതെ തന്നെ നമുക്ക് നിഷ്പ്രയാസം വഴി എത്തിപ്പെടാൻ സാധിക്കും. ഇതെല്ലാം കല്ലുകൊണ്ട് കെട്ടിയേക്കുന്നതാണ്. അപ്പം നമുക്കിവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ട്രീറ്റ് കൊടുക്കാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ കായലിൻ്റെ ഭംഗി ആസ്വദിച്ച് നല്ല തണുത്ത കാറ്റുകളൊക്കെ നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. വളരെ മനോഹരമായൊരിടം തന്നെയാണ്. എന്താ പറയുക, നമുക്ക് നല്ലൊരു ഫീലാണ് ഇവിടെ ഇരിക്കുമ്പോൾ. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രദേശത്തെ എനിക്ക് ഏറ്റവും അധികം അട്രാക്റ്റ് ചെയ്ത ഒരു ഇടം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കല്യാഞ്ചേരിയുടെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ അടുത്ത കാഴ്ചയിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ പോകുന്നത് കുമ്പളങ്ങി പാർക്കാണ്. കോവിഡിന് ശേഷം, പ്രത്യേകിച്ചും 2ാം ഘട്ട ലോക്ക്ഡൗണിന് ശേഷമുള്ള ഇവിടുത്തെ കാഴ്ചകൾ എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് ഇവിടുത്തെ കാഴ്ചകൾ, എന്താണ് ഇവിടുത്തെ അവസ്ഥകൾ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഞാൻ ഈ ഒരു പാർക്കിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് നോക്കാം എന്താണ് ഇവിടുത്തെ കാഴ്ചകളെന്നല്ലേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ ഒരു ഗേറ്റിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ നമ്മൾ കാണുന്നത് ഇത് കാണുന്നുണ്ട്, അമർ ജവാൻ എന്ന് പറഞ്ഞു. In memory of our Indian soldiers who laid down their lives in defense of our nation. നമ്മുടെ രാജ്യരക്ഷയ്ക്കായി ജീവൻ സമർപ്പിച്ച പോരാളികൾ, നാവികർ, വൈമാനികർ എന്നിവരുടെ സ്മരണാർത്ഥം ഈ യുദ്ധസ്മാരകം നിലകൊള്ളും. ഒരു യുദ്ധസ്മാരകമാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോൾ ആദ്യത്തെ കാഴ്ച. പിന്നെ ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചു, കുമ്പളങ്ങി ഗ്രാമീണോദ്യാനം സമർപ്പണം. ഓഗസ്റ്റ് 23, 2005 അന്നത്തെ ടൂറിസം വകുപ്പ് മന്ത്രിയായ ശ്രീ KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്ത ഒരു പാർക്കാണിത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം.
ഇവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്, കണ്ടൽ വനങ്ങൾ എന്തിനു നമ്മൾ സംരക്ഷിക്കണം. കണ്ടൽ വനങ്ങൾ, അതിൻ്റെ ആ ഒരു കണ്ടൽ വനങ്ങളുടെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തേക്കുകയാണ്. മാംഗ്രൂവ് എഫോറസ്റ്റേഷൻ പ്രോജക്റ്റ് ഫണ്ട് ചെയ്ത ഒരു സംരംഭമാണ് തോന്നുന്നത്. എനിവേ, നമ്മൾ അടുത്ത ഇതിലേക്ക് പോകാം. കാണുന്ന കുറേ കണ്ടൽ വനങ്ങളുടെ ഒരു ഇതാണ്. പല സ്ഥലങ്ങളിലും ഇന്ന് വനങ്ങളും മറ്റുമൊക്കെ നിന്ന് പോകുമ്പോഴാണ് ഈ ഒരു കണ്ടൽ വനം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ചെറിയ വള്ളങ്ങൾ കാണുന്നുണ്ട്, ഒരു ചീന വല കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കുമ്പളങ്ങിയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇതിൻ്റെ സമീപ പ്രദേശങ്ങളെല്ലാം തന്നെ അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്നത് ഫിഷിംഗ് തന്നെയാണ്. സോ ഈ ഒരു മത്സ്യബന്ധനം ഏറ്റവും കൂടുതൽ അവരുടെ ഉപജീവന മാർഗമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മേഖലയാണ് കുമ്പളങ്ങി എന്ന് പറയുന്നത്. വളരെ മനോഹരമായൊരു കാഴ്ച തന്നെയാണിത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മൾ ബോറടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് നേരം കാറ്റ് കൊള്ളാനൊക്കെ പറ്റിയൊരു മനോഹരമായൊരിടം. അവിടെ നമുക്ക് 2 വീലേഴ്സൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ. ഇതാ കുട്ടികൾക്കുള്ള കളിക്കോപ്പുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മൾ കുറച്ചുകൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെയും നമുക്ക് കുറേ ചീനവലകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ചീനവലയാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12ഓളം ചീനവലകൾ. 12അല്ല, 13, 14, 15, 16, 17, ഏകദേശം 20-നടുത്ത് ചീനവല നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചങ്ങോട്ട് മാറി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ പല സ്ഥലങ്ങളിലും കല്ലുകൊണ്ട് കെട്ടിയിട്ടുള്ള ഇരിപ്പിടങ്ങളുണ്ട്. അതുപോലെ കുട്ടികൾക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ജിം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഉപകരണങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് ബോഡി ബിൽഡേഴ്സിനൊക്കെ രാവിലെ വന്ന് എക്സസൈസ് ചെയ്യാനുള്ള അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വയറ് കുറയ്ക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വന്ന് എക്സസൈസ് ചെയ്യാവുന്നതാണ്. ഇത് കോഫി ഷോപ്പോ ഐസ്ക്രീം പാർലറോ മറ്റോ ആണ്. കോവിഡിന് ശേഷം ഇത് ഓപ്പൺ അല്ല. ഇവിടെ ഉള്ള 2-3 ഷോപ്സ് എല്ലാം ക്ലോസ്ഡ് ആണ്. സോ വൺസ് സിറ്റുവേഷൻസ് ഒക്കെ നോർമൽ ആവുമ്പോൾ ഇതും നോർമൽ ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീണ്ടും നമുക്ക് ഇങ്ങനെ അടുത്ത കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് പോവുകയാണ്. എന്താ ഇവിടെ കുറച്ച് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. എന്താ നമുക്കിവിടെ ചെറിയ രീതിയിലുള്ള കളികളൊക്കെ നമുക്കിവിടെ പോസിബിളാണ്. പിന്നെ തൊട്ട് ബാക്കിലോട്ടൊരു ഓപ്പൺ സ്റ്റേജ് കാണുന്നുണ്ട്. ഇപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് കാര്യമായ ഒരു പ്രവർത്തനങ്ങളും നമുക്കിവിടെ കാണാൻ സാധ്യമല്ല. എന്നാലും ഇതൊക്കെയാണ് ഈ ഒരു പാർക്കിൻ്റെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യാനുള്ള കുറച്ച് ഉപകരണങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ നോക്കാം, നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ ആടാനിട്ട്. എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു ഇതാണ്. പ്രത്യേകിച്ചും വയറൊക്കെ ഇങ്ങനെ ചാടി തുറക്കുന്നൊരു സമയമാണ്. എന്നാലും ഇത് ഇവിടുത്തെ വേറൊരു ഐറ്റമാണ്. പ്രത്യേകിച്ചും വയറൊക്കെ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു, അധികം മെനക്കെടാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. സത്യം പറഞ്ഞാൽ
ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഓരോന്നും ഇങ്ങനെ കയറി നോക്കാനായിട്ട് തോന്നി. കാരണം ഇതൊക്കെ ഞാൻ ഒരു സമയത്ത് ചെയ്തു തുടങ്ങിയ സാധനങ്ങളായിരുന്നു. പിന്നെ എൻ്റെതായിട്ടുള്ള മടി കാരണം ഇതൊക്കെ ഞാൻ നിർത്തുകയും ചെയ്തു. ഇത് വേറൊരു ഐറ്റമാണ് കേട്ടോ. ഞാനിങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ ഓർമ്മകളിലേക്ക് പോവുകയാണ്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ഒരു ജിമ്മിലേക്ക് കൊണ്ടുപോയതും ഒക്കെ ഞാനിങ്ങനെ ഓർക്കുകയാണ്. പക്ഷെ എല്ലാം എൻ്റെതായിട്ടുള്ള മടി കാരണം എല്ലാം ഞാൻ നിർത്തി. അന്ന് ഞാൻ ചെയ്തിരുന്ന കുറേ ഐറ്റംസിലൊന്നായിരുന്നത് കേട്ടോ. അത് ഇവിടെ വെച്ചേക്കുന്ന ഒട്ടുമിക്ക ഐറ്റംസും പ്രത്യേകിച്ചും നമുക്ക് വയറ് കുറയ്ക്കാനുള്ള ഉപാധികളായിട്ട് നമുക്ക് നോക്കാൻ പറ്റും. മിക്കയിടത്തും അത് തന്നെയാണ്. എന്തായാലും രാവിലെ ഒരു മോർണിംഗ് വാക്കിനും അതുപോലെ ഒരു ചെറിയ രീതിയിലുള്ള എക്സസൈസസ് ഒക്കെ നോക്കുന്നവർക്ക് പറ്റിയ ഒരിടം തന്നെയാണ് ഈ ഒരു പാർക്ക്. ഇവിടെ വരുന്നതിന് യാതൊരുവിധ ഫീസും ഇല്ല, ഫ്രീ ആണ്. എനിവേ ഈ ഒരു അവസരം പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. പ്രത്യേകിച്ചും ബോഡി ബിൽഡിംഗ് ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് പേർക്ക് അവരുടെ ഡെയിലി എക്സസൈസിന് ഉതകുന്ന രീതിയിലുള്ള ഒരുപാടെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ചെറിയ ചെറിയ ഐറ്റംസ് ഇവിടെ ലഭ്യമാണ്. നമ്മൾ ഈ കാണുന്നത് കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് ഓപ്പൺ ജിപ്നീഷ്യവും പാർക്കിൻ്റെ പ്രവേശന കവാടവും ഒരുപാട് നടന്നല്ലോ. ഓഗസ്റ്റ് 17 ഓപ്പൺ ചെയ്തതാണ്. ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് എറണാകുളം MP ആണ്, ശ്രീ ഹൈബീഡൻ ആണ്. എന്തായാലും ഇത് ഒരു വേറിട്ടൊരു അനുഭവമാണ്. നമ്മൾ സാധാരണ പോകുന്ന പാർക്ക് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും കുട്ടികൾക്കുള്ള കുറേ ഉപകരണങ്ങൾ ആയിരിക്കും. പക്ഷെ ഇവിടെ നമ്മുടെ പ്രത്യേകിച്ചും ഒരു ജിംനേഷ്യമൊക്കെ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് പബ്ലിക് ഒരു ഓപ്പണാണ്. ഓപ്പൺ ജിംനേഷ്യം CSR പ്രോജക്റ്റ് ഓഫ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആൻഡ് ഇനിഷ്യേറ്റീവ് ഓഫ് ശ്രീ ഹൈബീഡൻ MP. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് ഉണ്ടായ ഒരു ഓപ്പൺ ജിമ്മാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ 2 സ്ഥലങ്ങളുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കണ്ടത്. ഒന്ന് കല്യാഞ്ചേരി, മറ്റൊന്ന് കുമ്പളങ്ങി പാർക്ക്. ഈ 2 വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾ എപ്പോഴും പറയുന്ന പോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ യഥാസമയം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് എത്തുകയാണ്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ഓരോ വീഡിയോസും നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊച്ചിയിലെ പ്രമുഖ IT സ്ഥാപനമായ സ്മാർട്ട് വെബിനാണ്. സോ നിങ്ങൾക്ക് വെബ്സൈറ്റ്സോ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻസോ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തീർച്ചയായും സ്മാർട്ട് വെബിനുമായിട്ട് ബന്ധപ്പെടുക. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ സ്ഥാപനങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ബിസിനസ് സംരംഭം എന്തുമായിക്കൊള്ളട്ടെ, ഇതുപോലെ തന്നെ നിങ്ങളുടെ ഉൽപ്പന്നങ്ങളും അനുബന്ധ വിവരങ്ങളും പ്രൊമോഷൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ എങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. എനിവേ, ഈ ഒരു എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു പുതുമയുള്ള കാഴ്ചകളും അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ആൻഡ് ദിസ് ഈസ് Moonlight Films, presented by smartwebin.com, Kochi. Thank you.